ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ S1 ഒക്കെ റിസൾട്ട് എല്ലാവരും നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ കമന്റ് ബോക്സിൽ ഞാൻ കുറെ കണ്ടൊരു ഡൗട്ടായിരുന്നു നിങ്ങളുടെ ഗ്രേഡിനെ കുറിച്ചും, SGPA, CGPA, പിന്നെ സപ്ലി റിവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോൾ ഇട്ടിരുന്നു, സപ്ലി റിവാലുവേഷൻ വേണോ അതോ SGPA ആൻഡ് CGPA ഡീറ്റെയിൽസ് വേണോ, അടുത്ത നെക്സ്റ്റ് വ്ളോഗ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ SGPA ആൻഡ് CGPA റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചെയ്യണം എന്നായിരുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് SGPA ആൻഡ് CGPA റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ആദ്യമേ തന്നെ കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് ഗ്രേഡ് കിട്ടിയാലാണ് നിങ്ങൾ ഫെയിൽ ആവാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് F ഗ്രേഡ് കിട്ടുമ്പോഴാണ് നിങ്ങൾ ഫെയിൽ ആവുക. ഇപ്പൊ P എന്നൊക്കെ ഉള്ള ഗ്രേഡ് ജസ്റ്റ് പാസ് ആണ്, എന്നാലും അത് പാസ് ആണ്, നമ്മൾ സപ്ലി ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ P ഗ്രേഡ് കിട്ടിയവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് പാസ് തന്നെയാണ്, ജസ്റ്റ് പാസ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ F ഗ്രേഡ് കിട്ടുമ്പോഴാണ് നമ്മൾ ഫെയിൽ ആവുക. പിന്നെ നിങ്ങളുടെ SGPA ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് SGPA ആൻഡ് CGPA കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊരു ഡെമോ കാണിച്ചു തരാം. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് SGPA ആൻഡ് CGPA കാൽക്കുലേറ്റർ എന്ന് അടിക്കുമ്പോൾ ഒരു ലിങ്ക് വരും, ഫസ്റ്റ് ലിങ്ക്. അപ്പൊ ഞാൻ സൈഡിൽ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അതിൽ കയറിയിട്ട് നമ്മുടെ ഓരോ സബ്ജക്റ്റിനെ എടുത്തിട്ട് നമ്മുടെ ഗ്രേഡ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് SGPA ആൻഡ് CGPA അവിടെ കാണാൻ പറ്റും. അപ്പോൾ കുറെ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, SGPA കാണുന്നുണ്ട് CGPA എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമുക്ക് റിസൾട്ട് വരുന്ന ടൈമിൽ നമ്മുടെ SGPA ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സെം ആയതുകൊണ്ട് നിങ്ങൾക്ക് SGPA ഇപ്പൊ ഒരു 7.5 കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പൊ ഫസ്റ്റ് സെം ആകുമ്പോൾ നമുക്ക് CGPA എന്ന് പറയുന്നത് SGPA എല്ലാം കൂടെ ആവറേജ് എടുക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റ് സെം ഇപ്പൊ നിങ്ങൾ ഒരു സെമ്മിന്റെ റിസൾട്ട് ആണ് വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ CGPAയും ഒബ്വിയസ്ലി ആ ഒരു SGPA തന്നെ ആയിരിക്കും ഇപ്പൊ നിങ്ങളുടെ നിലവിലെ CGPA. അപ്പൊ നമ്മളുടെ ഗ്രേഡ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് SGPA കാണാൻ പറ്റും. SGPA കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു SGPA കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങളുടെ SGPA നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ കുറെ പേര് കോമൺ ആയിട്ട് ചോദിച്ചിരുന്ന ഒരു ഡൗട്ടാണ് ഇത്രയും CGPA, എത്ര CGPA ആണ് നല്ലത്, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ 7 എബവ് കിട്ടുന്നത് ഒരു സേഫ് സോൺ നമുക്ക് പറയാം. ഞാൻ ഈ സേഫ് സോൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹയർ സ്റ്റഡീസ് ആണെങ്കിലും പ്ലേസ്മെന്റിനാണെങ്കിലും ഈ ഒരു SGPA സേഫ് സോൺ എന്ന് പറയുന്നത് ഒരു 7 എബവ് മേടിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് 6 സംതിങ് ആണ് SGPA കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു സെം ആയതേ ഉള്ളൂ, ഇനിയും നല്ലോണം ടൈം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ SGPA ഇംപ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഫസ്റ്റ് 2 സെമ്മും ലാസ്റ്റ് 2 സെമ്മും ആണ് നല്ലോണം SGPA കൂടുതൽ വാങ്ങാൻ പറ്റുന്ന 2 സെമ്മ്. നിങ്ങൾ സെക്കൻഡ് ഇയർ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും S3, S4, S5 ആൻഡ് S6 നല്ല ടഫാണ് ഈ ഒരു 4 സെമ്മായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം. അപ്പൊ ആ ഒരു സെമ്മൊക്കെ ആവുമ്പം എല്ലാവർക്കും SGPA കുറവ് വരാറുണ്ട്. എനിക്കും SGPA ഈ ഒരു 4 സെമ്മിൽ ഈ ആദ്യത്തെ 2 സെമ്മും ലാസ്റ്റത്തെ 2 സെമ്മുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കുറവായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു മാക്സിമം ഈ ഞാൻ പറഞ്ഞ 4 സെമ്മിൽ SGPA സ്കോർ ചെയ്യാൻ നോക്കണം. പിന്നത്തെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങളുടെ SGPA 6 ബിലോ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം 6 ബിലോ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഇപ്പൊ എല്ലാത്തിനും P ഗ്രേഡ് കിട്ടിയിട്ടൊക്കെ ആയിരിക്കും. ഒരു 5 സംതിങ് ഒക്കെ SGPA എന്നോട് ആരോ ചോദിച്ചിരുന്നു നല്ലതാണോ എന്നൊക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ അത് മോശമാണെന്ന് പറയുന്നില്ല, കാരണം ഇപ്പോഴേ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത് ശരിയല്ലോ. ഇപ്പൊ 5 കിട്ടിയാലും നിങ്ങൾക്ക് പിന്നെ അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം ഈ SGPA CGPA ആലോചിച്ച് നിങ്ങൾ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് ഇംപ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ 7 അബവ് കിട്ടിയവർക്ക് എല്ലാവർക്കും നല്ലൊരു സ്കോർ ആണ്, അത് ഇങ്ങനെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. എല്ലാ സെമ്മിലും 7 അബവ് ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എത്തുമ്പോൾ നല്ലൊരു CGPA തന്നെ പാസ് ഔട്ട് ആവാൻ പറ്റും. പിന്നെ ഞാൻ കുറെ കമന്റ് കണ്ടിരുന്നു, ഈ SGPA CGPA അല്ല നമ്മുടെ പ്ലേസ്മെന്റിന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്, അതൊന്നും ഒരു യൂസ് ഇല്ലാത്ത കാര്യമാണ്, നമ്മുടെ അക്കാഡമിക്സ് മാത്രമല്ല വേണ്ടതെന്നൊക്കെ. അപ്പൊ ഒരു പരിധി വരെ നോക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ക്യാമ്പസിൽ നിന്ന് തന്നെ ഒരു പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ ഈ SGPA നമുക്ക് അത്യാവശ്യം തന്നെയാണ്. കാരണം ഒരു 90% കമ്പനീസ് SGPAക്ക് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു SGPA ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ക്യാമ്പസിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ്സ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് SGPA ഞാൻ പറയുന്നത് 7 അബവ് ആണ് നല്ലൊരു ഗ്രേഡ് എന്ന് പറയാനുള്ള കാരണം. അപ്പം അത് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എന്റെ അടുത്ത വ്ളോഗ് സപ്ലി ആൻഡ് റിവാലുവേഷൻ ഡീറ്റെയിൽസ് ആയിരിക്കും, കാരണം അതും കുറെ പേര് പോൾ ചെയ്തിരുന്നു. എല്ലാം കൂടെ ഞാൻ ഈ വ്ളോഗിൽ പറയാതെ അധികം ലാഗ് അടുപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ റിസൾട്ടിന്റെ കാര്യം ഒന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും നിങ്ങൾക്ക് 7 സെം ഉണ്ടല്ലോ, സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട് സപ്ലി ഒക്കെ എഴുതിയെടുക്കാനാണെങ്കിലും. ഇപ്പൊ റിസൾട്ട് ഇപ്പൊ വന്നതുകൊണ്ട് നിങ്ങളുടെ സപ്ലി എക്സാം S2ന്റെ യൂണിവേഴ്സിറ്റി എക്സാം കഴിയുന്ന ടൈമിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.